കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ 3 പേര് വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം, 2 വർഷം, 8 വർഷമൊക്കെ കംപ്ലീറ്റ് ആയവരാണ് കേട്ടോ. അവർ നമ്മുടെ ചാനലിലെ 4 ടിപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അതെന്തൊക്കെയാണ് ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്നിട്ട് സക്സസ് സ്റ്റോറീസ് പറയാറുണ്ട്. ചിലർ അവർ ചെയ്തത് ഏതൊക്കെയാണെന്ന് എണ്ണി കറക്റ്റായിട്ട് പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു ഷെയർ ചെയ്യുമ്പോഴേക്കും പിന്നീട് അങ്ങോട്ടേക്കുള്ളവർക്കും അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അവർക്ക് കൂടുതലായിട്ടും ആ ടിപ്സ് ഫോളോ ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ ഇവർ ഈ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാൾ വരെ നിന്നിട്ട് അവർ ഫോളോ ചെയ്ത ടിപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവർ 3 പേരും കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു ഇവർക്ക് PCOD ഉണ്ടായിരുന്നു എന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടിപ്സ് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ഉലുവ വെള്ളമാണ്. ഗർഭിണിയാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഗ്രാമ്പൂ വെള്ളം കുടിക്കാറുണ്ട്. ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രാമ്പൂ വെള്ളം കുടിച്ചിട്ട് പ്രഗ്നൻ്റ് ആയി. ഇഞ്ചി വെള്ളവും ഗ്രാമ്പൂ വെള്ളം അതൊരു മാജിക്കൽ ഡ്രിങ്ക് ആണ് കേട്ടോ. അത് കുടിച്ചിട്ട് പ്രഗ്നൻ്റ് ആയി എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഉലുവ വെള്ളവും. ഉലുവ വെള്ളം കുടിച്ചിട്ടും ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പ്രഗ്നൻ്റ് ആയി എന്ന് പറയുന്നുണ്ട്. ഈ ഉലുവ എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ. ഈ ഉലുവ നമ്മൾ തലേ ദിവസം കുതിർത്തി വെച്ചിട്ട് ആ കുതിർത്തി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ, കഴുകിയിട്ട് വേണം ഒന്ന് കുതിർത്താനായിട്ട് വെക്കാൻ. കുതിർത്തി വെച്ചതിന് ശേഷം ആ വെള്ളം എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് മതിയാകും. അതിൽ കൂടുതലൊന്നും നമുക്ക് കുടിക്കാനായിട്ട് പറ്റില്ല. അത് നമ്മൾ 1 ഗ്ലാസ് എടുത്തിട്ട് അത് തിളച്ച് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ എടുത്തിട്ട് അരിച്ച് ഉലുവ വെള്ളം കുടിക്കുക. ഈ വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഉലുവ വെള്ളം എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി പുരുഷനുണ്ടാവുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുരുഷന്മാർക്ക് സെമൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനും ഓവറോൾ സെക്ഷൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. സെമൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ആവുകയാണെങ്കിൽ കൂടുതൽ അതിൻ്റെ പെർഫോമൻസിനെയും അത് അഫക്റ്റ് ചെയ്യുന്നു. ക്വാളിറ്റി കൂടിയൊരു സെമന് പെട്ടെന്ന് അണ്ടത്തിലോട്ട് എത്താൻ പാകത്തിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും. അതൊന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവ വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നു. അടുത്തത് സ്ത്രീകൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ആണെന്ന് നോക്കാം. PCOD ഉണ്ട് ഈ സ്ത്രീകൾക്ക്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഈ 3 പേർക്കും PCOD കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. PCOD ഉള്ളവർക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അവർ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് ലേറ്റ് ആവും എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു മിഥ്യാധാരണ. PCOD എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസാണ്. ഇതിനെ നിങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിബിൾ ആയിരിക്കും. PCOD ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഡയറ്റിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എക്സസൈസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ PCOD ഉണ്ടായിട്ടും അടുത്ത മാസമൊക്കെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റാണ് ഓവുലേഷൻ നടക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. PCOD കൺട്രോൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാനായിട്ട് തുടങ്ങും. പീരീഡ്സ് കൃത്യമായിട്ട് വരാനായിട്ട് തുടങ്ങും. പീരീഡ്സ് നോർമലായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിലൊന്ന് റെഗുലേഷൻ അവിടെ കൃത്യമായിട്ട് നടക്കും. നമ്മുടെ ഓവുലേഷനിൽ കൃത്യമായിട്ട് അണ്ടം വളരുന്നതിന് വേണ്ടിയിട്ടും അത് സഹായിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ശരീരത്തിനെ മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉലുവ വെള്ളം ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉലുവ കൂടുതലായിട്ടും കയ്പുള്ളതായിരിക്കും. നിങ്ങൾക്കത് കുടിക്കുമ്പോഴും അത് ജസ്റ്റ് ഒന്ന് ആവിൽ വയ്ക്കുമ്പോഴും നമുക്കറിയാം ഉലുവ കയ്പുള്ളതാണ്. ഉലുവ പറ്റുമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമ്പു വെള്ളം കുടിച്ചാലും മതി കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഇവർ ഫോളോ ചെയ്ത കാര്യം പ്രോപ്പറായിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുക. ഓവുലേഷൻ ഡേറ്റ് നോക്കാതെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇവർ ചെയ്തത്. നമ്മൾ സാധാരണയായിട്ട് ഇറഗുലർ പീരീഡ്സ് ഉള്ളവരും PCOD ഉള്ളവരും ഓവുലേഷൻ ഡേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാനായിട്ട് പാടില്ല. ശരിയാണ്, ഓവുലേഷൻ ഡേറ്റിലാണ് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുള്ളത്. പക്ഷേ PCOD ഉള്ളവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാവില്ല, ഓവുലേഷൻ്റെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഓൾവേസ് നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയൊക്കെ വരുന്നവർക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ഓവുലേഷൻ ഡേറ്റ് എന്നുള്ളൊരു പെർട്ടിക്കുലർ ഡേറ്റ് നോക്കാതെ നിങ്ങൾ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. ഏകദേശം നിങ്ങളുടെ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു റഫ് ഫിഗർ ഉണ്ടാവുമല്ലോ, അടുത്ത മാസം ഈ ഒരു ദിവസം നമുക്ക് പീരീഡ്സ് ആകുമെന്നുള്ളത്. അതിനേലും ഒരു 10 ദിവസം മുൻപ് വരെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിർത്തുക. 10 ദിവസത്തിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അത് നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ടൈം പീരീഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ്സൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിനും നിങ്ങൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആകുന്നതിനും വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇവർ ചെയ്തൊരു മെത്തേഡാണ് ഓവുലേഷൻ ഡേറ്റ് നോക്കാതെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്തു.
മൂന്നാമതായിട്ട് ഇവർ ഫോളോ ചെയ്ത ടിപ്പ് നൈറ്റിൽ സോക്സ് യൂസ് ചെയ്തു, അതുപോലെ വീട്ടിൽ സാൻഡൽസ് ഉപയോഗിച്ചു. നമ്മൾ കാലെന്ന് പറയുന്നത് നമ്മുടെ റിഫ്ലക്സോളജിയുടെ ഏറ്റവും വലിയ പോയിന്റ്സ് ആണ്. നിങ്ങൾ കാലിൽ ഫുഡ് റിഫ്ലക്സോളജി എന്ന് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് അവയവങ്ങളുടെ എൻഡ് പോയിന്റ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു കാലിൻ്റെ അടിഭാഗത്താണ്. ഇതിനെ നിങ്ങൾ ഒരു ഭാഗം ഫൂട്ടിൻ്റെ ഒരു ഭാഗം നിങ്ങൾ നല്ലതുപോലെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുകയും മസാജ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ കാലിൽ നിങ്ങൾ സോക്സ് ധരിച്ചിട്ട് ഉറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. കൃത്യമായിട്ട് ശരീരത്തിലെ ആ പാദത്തിൻ്റെ ഭാഗത്ത് ചൂട് കിട്ടുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ അത് ഒരുപാട് എൻഹാൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രൈ ചെയ്യുന്നവർ രാത്രിയാകുമ്പോൾ വീട്ടിലൊരു സോക്സ് ഇട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലൂസായിട്ടുള്ള സോക്സ്, ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള സോക്സ് നിങ്ങൾ വെയർ ചെയ്യേണ്ട, ലൂസായിട്ട്. അപ്പോൾ നിങ്ങളുടെ കാലിൽ ചെറിയൊരു ചൂട് കിട്ടും. അങ്ങനെയുള്ള സോക്സ് ധരിച്ചിട്ട് ഉറങ്ങുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. താഴേക്ക് ഇറങ്ങുന്ന ബ്ലഡ് കൃത്യമായിട്ടുള്ളൊരു ഫ്ലോവിൽ തന്നെ തിരിച്ചു കയറുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെരുപ്പുകൾ ഉപയോഗിക്കുമ്പോഴേക്കും ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ ടൈലായിരിക്കുമല്ലോ, ടൈൽ ഫ്ലോർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ടൈലിൽ തണുപ്പ് കൂടുതലാണ്. ഈ തണുപ്പത്ത് നമ്മൾ പിന്നെയും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാല് വേദനയ്ക്കും ഉപ്പൂറ്റി വേദന ഭയങ്കരമായിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ നല്ലതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ് വീടിനകത്ത് ധരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നാലാമതായിട്ട് ഇവർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഓവുലേഷൻ്റെ സെയിം ഡേറ്റിൽ മിഷണറി പൊസിഷൻ യൂസ് ചെയ്തു. മിഷണറി പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് ചാൻസസ് ഉള്ള പൊസിഷനാണത്. സ്ത്രീ താഴെയും പുരുഷൻ മുകളിലുമായിട്ടുള്ള ഈ ഒരു പൊസിഷൻ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു തലയണ എടുത്തിട്ട് നിങ്ങളുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഗ്രാവിറ്റി ഫോഴ്സ് കീഴ്പോട്ടേക്ക് പോകും. അങ്ങനെ പോകുമ്പോഴേക്കും കൂടുതൽ സ്പേം സെൽസ് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷൻ എടുക്കാം. പക്ഷേ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ദിവസം നിങ്ങൾ എടുക്കേണ്ടത് ഈ മിഷണറി പൊസിഷനാണ്. ഒരുപാട് പേർക്ക് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളൊരു പൊസിഷനാണ് മിഷണറി പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ 4 കാര്യങ്ങളാണ് ഇവർ കൃത്യമായിട്ട്, ഈ 3 പേരും കൃത്യമായിട്ട് ഫോളോ ചെയ്തതും എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിച്ചതും. ഇത് നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ റിലേറ്റഡ് വീഡിയോസ് കാണണമെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റ് നോക്കുക. ദീജോസ് വേൾഡ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ എടുത്തതിന് ശേഷം പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ടിപ്സ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സ്, അതുപോലെ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, ചെയ്യേണ്ട എക്സസൈസുകൾ, അതിനെ പറ്റിയൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ട്രൈ ടു കൺസീവ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റും. അതിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ, അതായത് നമ്മളെ ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കാൻ, അണ്ടത്തിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന എക്സസൈസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതും നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ കാര്യങ്ങൾ ടിപ്സ് എല്ലാം ഫോളോ ചെയ്തിട്ട് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.